إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പരിശുദ്ധ റമദാനിന്റെ ഏറ്റവും പുണ്യം നിറഞ്ഞ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾ കൂടി നമ്മുടെ മുന്നിലുണ്ട്. അടുത്ത വർഷത്തെ റമദാനിൽ നമ്മളുണ്ടാകുമോ എന്നത് യാതൊരു ഉറപ്പുമില്ലാത്തതാണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ റമദാൻ കൊണ്ട് എന്താണോ ലക്ഷ്യമാക്കിയത് ആ നേട്ടം കരസ്ഥമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മൾ ചോദിക്കുക. നോമ്പിന്റെ ലക്ഷ്യമായി പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ കൈവരിക്കുന്നതിന് വേണ്ടി. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് സ്വീകരിക്കുക, കർമ്മങ്ങൾ സ്വീകരിക്കുക തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമാണ്. ആ തഖ്വ കരസ്ഥമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? മനസ്സാക്ഷി പറയുന്നത് വേണ്ടത്ര ഇല്ല, സാധ്യമായിട്ടില്ല എന്ന മറുപടി പറയുന്നെങ്കിൽ ഏതാനും ദിവസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പരിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ട മാസം എന്നുള്ള നിലക്ക് ഖുർആനും നമ്മളും തമ്മിലുള്ള ബന്ധം എവിടെയാണ് എത്തി നിൽക്കുന്നത്? എത്രമാത്രം ഓതാനും പഠിക്കാനുമൊക്കെ നമുക്ക് സാധിച്ചു? പോരാ എന്ന മറുപടി മനസ്സാക്ഷി പറയുന്നതെങ്കിൽ അല്പം ദിവസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. റമദാൻ കൊണ്ട് ഏറ്റവും പ്രധാനമായി നമ്മൾ നേടിയെടുക്കേണ്ട കാര്യം പാപമോചനമാണ്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞ സംഭവം, മിമ്പറിൽ കയറുമ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 തവണ ആമീൻ പറഞ്ഞ വിഷയം, റമദാൻ വന്നു കിട്ടിയിട്ട് പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാത്തവൻ റളിമ അൻഫു റജുലിൻ, അവൻ തുലയട്ടെ, ദഖല അലൈഹി റമദാൻ സുമ്മ സലഖ ഖബ്ല അൻ യുഗ്ഫറ ലഹു, തനിക്ക് റമദാൻ വന്നു കിട്ടി, റമദാൻ തന്നിലൂടെ കഴിഞ്ഞുപോയി, പക്ഷേ പാപം പൊറുപ്പിക്കാൻ കഴിയാത്തവൻ അവൻ തൊലയട്ടെ എന്ന് പ്രാർത്ഥിച്ചത് അല്ലാഹുവിന്റെ റസൂലാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആമീൻ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഗൗരവമുള്ള വിഷയമാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മൻ അദ്റക ശഹ്റ റമദാൻ ഫലം യുഗ്ഫർ ലഹു ഫദഖല അൻ-നാറ ഫഅബഅദഹു അല്ലാഹ്, റമദാൻ വന്നു കിട്ടി, പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാതെ നരകത്തിൽ പ്രവേശിച്ചവൻ ഫഅബഅദഹു അല്ലാഹ്, അവൻ അകറ്റപ്പെടട്ടെ അല്ലാഹുവിൽ നിന്ന്, റഹ്മത്തിൽ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന്. മനുഷ്യൻ പാപവും മനുഷ്യരുമെന്നത്
മനുഷ്യ ചരിത്രത്തിന്റെ അത്ര തന്നെ പഴക്കമുണ്ട് പാപത്തിന്, പാപമോചനത്തിനും. ആദം അലൈഹിസ്സലാത്തു വസ്സലാം വിലക്കപ്പെട്ട കനി ഭക്ഷിക്കുകയും തെറ്റു മനസ്സിലാക്കി അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്ത സംഭവം പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യ പ്രകൃതിയിൽ ഊട്ടപ്പെട്ടതാണ് തിന്മ, പാപമെന്നത്. ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. മനുഷ്യനോട് മനുഷ്യന്റെ മനസ്സ് തിന്മക്ക് വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച വിഷയമാണ്. പിന്നെ എന്ത് ചെയ്യണം? കുല്ലു ബനി ആദമ ഖത്താ. എല്ലാ മനുഷ്യരും പാപം ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ പാപം ചെയ്യാൻ പ്രേരണ മനസ്സ് നൽകുന്നവരാണ്. വഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. തൗബ ചെയ്യുന്നവരാണ് പാപം ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. തൗബ ചെയ്യുന്നവരാണ് പാപം ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങി കൈകൾ ഉയർത്തിക്കഴിഞ്ഞാൽ സന്തോഷത്തോടുകൂടി റഹ്മാനായ റബ്ബ് നമ്മളെ സ്വീകരിക്കും. മറ്റൊരു ഹദീസിൽ കാണാം, ലൗലം തുദ്നിബു, നിങ്ങൾ പാപം ചെയ്യുന്നവരല്ലെങ്കിൽ ലദഹബല്ലാഹു ബികും, അല്ലാഹ് നിങ്ങളെ പോക്കിക്കളയും. വലജാഅ ബിഖൗമി, മറ്റൊരു ജനവിഭാഗത്തെ കൊണ്ടുവരും യുദ്നിബൂൻ, അവർ പാപം ചെയ്യുന്നവരാണ്. ആ പാപം ബോധ്യപ്പെട്ട് ഫയസ്തഗ്ഫിറൂനല്ലാഹ്, അല്ലാഹുവിനോട് അവർ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുകയും ഫയഗ്ഫറു ലഹും, അല്ലാഹ് അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും. അപ്പൊ അള്ളാഹുവിനോട് പാപമോചനം തേടുക എന്നത് അള്ളാഹുവിന് അത്രയും ഇഷ്ടപ്പെട്ട വിഷയമാണ്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇഷ്ടം പോലെ തെറ്റ് ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട് എന്നുള്ളതല്ല. മറിച്ച് നോക്ക്, നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ മുഹ്സിനീങ്ങളുടെ ഗുണമായി പഠിപ്പിച്ചത് ഒരു തെറ്റും ചെയ്യാത്തവരാണ് മുഹ്സിനീങ്ങൾ എന്നല്ല. മറിച്ച് വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ ഔ ളലമൂ അൻഫുസഹും, വല്ല തെറ്റും സംഭവിച്ചാൽ, സ്വന്തത്തോട് അക്രമം ചെയ്തു കഴിഞ്ഞാൽ, ദക്കറുല്ലാഹ്, ഉടനെ അല്ലാഹുവിനെ ഓർക്കും. ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവരുടെ പാപത്തിന് അല്ലാഹുവിനോട് പാപമോചനം തേടും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപം പൊറുക്കാൻ അല്ലാഹയല്ലാതെ മറ്റാരാ ഉള്ളത്. വലം യുസിറു അലാ മാ ഫഅലൂ വഹും യഅലമൂൻ, അവരുടെ പ്രത്യേകത അതാണ്. അറിഞ്ഞുകൊണ്ട് പാപത്തിൽ ഒരിക്കലും അവർ ഉറച്ചു നിൽക്കുകയില്ല എന്നതാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് പാപമാണ് എന്ന് ഏത് നിമിഷം അവന് ബോധ്യപ്പെട്ടുവോ അവൻ ഉടനെ തന്നെ റബ്ബിലേക്ക് മടങ്ങുകയും റബ്ബിലേക്ക് പാപമോചനം തേടുകയും ചെയ്യുമെന്നാണ് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നു. അൽ മആസി സൽസലത്തു ഫീ ഉദുഖിൽ ആസി, തെറ്റ് ചെയ്യുന്നവന്റെ കഴുത്തിലെ ചങ്ങലയാണ് പാപമെന്നത്. തെറ്റ് ചെയ്യുന്നവന്റെ കഴുത്തിലെ ചങ്ങലയാണ് പാപമെന്നത്. ലാ യഫുഖുഹു മിൻഹാ ഇല്ലൽ ഇസ്തിഗ്ഫാർ വത്തൗബ, ഇസ്തിഗ്ഫാറും തൗബയും കൊണ്ടല്ലാതെ ആ ചങ്ങലയെ പൊട്ടിച്ചെറിയാൻ ഒരിക്കലും തന്നെ സാധ്യമല്ല എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അതിനുള്ള ഏറ്റവും നല്ല സുവർണാവസരമാണ് ഇപ്പോ പരിശുദ്ധ റമളാൻ എന്നത്. റമളാനിലൂടെ വിശ്വാസികൾ അവരുടെ പാപത്തെ കഴുകിക്കളയേണ്ടതുണ്ട്. പല കർമ്മങ്ങളിലൂടെയും നമുക്കത് സാധ്യമാണ്. ഏറ്റവും പ്രധാനം നോമ്പ് തന്നെ. നമ്മൾ കേട്ട ഹദീസാണ്, മൻ സ്വമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഈമാനോടുകൂടി നോമ്പ് അനുഷ്ഠിക്കുക, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കുക, എങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, നമ്മുടെ പാപങ്ങളെ പൊറുപ്പിക്കാൻ അത് മതി. من قام إيمانا واحتسابا من قام رمضان إيمانا واحتسابا, റമളാനിൽ നിന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഈമാനോടെ ഇഹ്തിസാബോടു കൂടി നമസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, പാപം പുറത്തു കിട്ടാൻ അത് മതി എന്ന് പഠിപ്പിച്ചു. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ പാപം ചെയ്തു കഴിഞ്ഞാൽ ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ നുക്തതൻ സൗദ, ഒരു കറുത്ത പുള്ളി ഫീ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ രൂപപ്പെടും. ഒരു മുഅ്മിൻ പാപം ചെയ്താൽ കറുത്ത പുള്ളി അവന്റെ ഹൃദയത്തിൽ രൂപപ്പെടും. ഫഇൻ താബ വനസഅ, അവൻ അത് പാപമാണ് എന്ന് ബോധ്യപ്പെട്ട് തൗബ ചെയ്ത് റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ, ആ തെറ്റിൽ നിന്ന് അവൻ മാറിക്കഴിഞ്ഞാൽ, വസ്തഗ്ഫറ, അവൻ ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്താൽ, സുഖില ഖൽബുഹു, അവന്റെ ഹൃദയം പരിശുദ്ധമാകും.
ഇനി അതെല്ലാം അവൻ തൗബ ചെയ്യാൻ ഒരുക്കമില്ല, ഇസ്തിഗ്ഫാറിന് ഒരുക്കമില്ല, അവൻ വീണ്ടും വീണ്ടും പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്ന മനസ്സാണ് അവനെങ്കിൽ ആ കറുത്ത പുള്ളി അതിങ്ങനെ വലുതായി അത് അവന്റെ ഹൃദയത്തിൽ ഒരു കറയായി മാറും. ആ റൈനിനെ കുറിച്ചാണ്, ആ കറയെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അവരുടെ ഹൃദയത്തിൽ രൂപപ്പെട്ട കറ, ആ കറയുമായിട്ടാണ് നാളെ റബ്ബിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ രക്ഷപ്പെടാനുള്ള സാധ്യതകളില്ല. അതുകൊണ്ട് ആ കറയെ ഹൃദയത്തിൽ നിന്ന് നീക്കാൻ ഇസ്തിഗ്ഫാറിലൂടെ, തൗബയിലൂടെ നമുക്ക് സാധ്യമാകണം. ശരീരവും മനസ്സും ശുദ്ധീകരിക്കപ്പെടണം. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ നമ്മുടെ സമ്പത്തിന്റെ ശുദ്ധീകരണത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ. രണ്ട് നിലക്കുള്ള ശുദ്ധീകരണം, ബാഹ്യമായ ശുദ്ധീകരണത്തിൽ ഏർപ്പെടുന്നവരെയും തൗബ കൊണ്ട് ഹൃദയത്തെ ശുദ്ധീകരിച്ചവരെയും അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കാൻ തൗബയല്ലാത്ത മറ്റൊരു മാർഗവും നമ്മുടെ മുന്നിലില്ല. മനുഷ്യ സഹജമായി പല തെറ്റുകളും സംഭവിച്ചെന്ന് വരാം. തെറ്റുകൾ സംഭവിക്കുന്നവരിൽ ഏറ്റവും ഉത്തമർ ഈ നിലക്ക് തൗബ ചെയ്ത റബ്ബിലേക്ക് മടങ്ങുന്നവരാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, മൻ റഅ അന്നഹു ലാ യൻശരിഹു സുദ്റുഹു. ആരാണോ തന്റെ ഹൃദയത്തിന് വിശാലത ലഭിക്കുന്നില്ലാത്തതായി ആർക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നുവോ, എന്റെ ഹൃദയത്തിന് വിശാലത ലഭിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുവെങ്കിൽ, വലാ യഹ്സുലു ലഹു ഹലാവത്തുൽ ഈമാൻ. ഈമാന്റെ ഹലാവത്ത്, ഈമാനിന്റെ മാധുര്യം അത് എനിക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ, വനൂറുൽ ഹിദായ, ഹിദായത്തിന്റെ പ്രകാശം, ഹിദായത്തിന്റെ വെളിച്ചം അത് എനിക്ക് ബോധ്യപ്പെടുന്നില്ല എന്ന് തോന്നുന്നുവെങ്കിൽ, ഫൽയുക്സിർ അത്തൗബത വൽ ഇസ്തിഗ്ഫാർ. അവൻ തൗബയും ഇസ്തിഗ്ഫാറും അധികരിപ്പിക്കട്ടെ എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം തൗബയും ഇസ്തിഗ്ഫാറും അധികരിപ്പിച്ച് ഹൃദയത്തിലെ ആ കറയെ നീക്കിക്കളഞ്ഞ് ശുദ്ധമായ ഹൃദയമായി, ഹൃദയത്തിന് ഉടമകളായി നമ്മൾ മാറുമ്പോ ആ ഈമാന്റെ ഹലാവത്ത് ആസ്വദിക്കാൻ, ആ ഹിദായത്തിന്റെ നൂറ് അനുഭവിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. എത്ര വലിയ പാപിയാണെങ്കിലും, എത്ര വലിയ പാപിയാണെങ്കിലും പശ്ചാത്താപ മനസ്സുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ തൗബ സ്വീകരിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു. ഗാഫിരിദ് ദംബി വഖാബിലിത് തൗബി ശദീദിൽ ഇഖാബി ദിത്തൗബ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, പാപം പൊറുക്കുന്നവനാണവൻ, തൗബ സ്വീകരിക്കുന്നവനാണവൻ. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിശേഷണമായിട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാം. وهو الذي يقبل التوبة عن عباده ويعفو عن السيئات. وهو الذي يقبل التوبة عن عباده. തന്റെ അടിമകളിൽ നിന്ന് തൗബ സ്വീകരിക്കുന്നവനാണവൻ. വയഅഫു അനി സയ്യിആത്. തിന്മകൾക്ക് മാപ്പ് നൽകുന്നവനാണവൻ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. എന്തിനേറെ പരിശുദ്ധ ഖുർആനിലെ ഒരു വചനം, വിശുദ്ധ ഖുർആനിലെ എല്ലാ വചനങ്ങളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അധികം മനുഷ്യന് ആശ്വാസം നൽകുന്ന വചനം സൂറത്ത് സുമറിലെ ആയത്ത്, ഖുൽ, നബിയെ പറയുക എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടാം. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. യാ ഇബാദിയ, എന്റെ അടിമകളെ. അല്ലാഹ് പറയാണ് എന്റെ അടിമകളെ എന്ന് വിളിച്ചത് ആരെയാണ്? അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. സ്വന്തത്തോട് അക്രമം ചെയ്ത എന്റെ അടിമകളെ, പാപികളെയാണ്, അക്രമം ചെയ്ത ആളുകളെയാണ് എന്റെ അടിമകളെ എന്ന് വിളിച്ചിട്ട് അവരോട് പറഞ്ഞത്, ലാ തഖ്നതു മിർ റഹ്മത്തില്ല. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുതേ. വമൻ യഗ്ഫിറുദ് ദുനൂബ ഇല്ലല്ലാഹ് വമൻ യഖ്നതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശപ്പെടുക അത് പിഴച്ച ആളുകൾ മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. ആ ആയത്തിൽ അല്ലാഹ് പറയാണ് എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുക്കുമെന്നാണ്.
ആർക്കാ പുറത്തു കൊടുക്കാത്തത്? പുറത്തു കൊടുക്കുന്നതാർക്ക്? പുറത്തു കൊടുക്കാത്തതാർക്ക്? തൊട്ടടുത്ത 2 ആയത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസാഇൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നമത് തൗബ, തൗബ ആർക്കാണ്? അലല്ലാഹി ലില്ലദീന യഅമലൂന സ്സൂഅ ബിജഹാല ثم يتوبون من قريب فاولئك يتوب الله عليهم. അറിവില്ലായ്മ കൊണ്ട് തെറ്റ് ചെയ്തു പോയി ഉടനെ തന്നെ ബോധ്യപ്പെട്ട് റബ്ബിലേക്ക് തൗബ ചെയ്തു മടങ്ങിയെങ്കിൽ അവരുടെ തൗബ അല്ലാഹു സ്വീകരിക്കും. വലൈസത്തി തൗബ, അടുത്ത ആയത്തിൽ പറയാം, വലൈസത്തി തൗബ, തൗബയില്ല ലില്ലദീന യഅമലൂന സയ്യിആത്, തിന്മ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവന് തൗബയില്ല. ഹത്താ ഇദാ ഹളറ അഹദുഹുൽ മൗത്ത്, അവന് മരണം വന്നെത്തുമ്പോൾ ഖാല ഇന്നി തുബ്തുൽ ആൻ, അവൻ പറയും ഇപ്പതാ ഞാൻ പശ്ചാത്തപിക്കുന്നു. മരണ സന്ദർഭത്തിൽ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ മരിക്കുകയാണ് എന്ന് ബോധ്യപ്പെടുമ്പോ ഇപ്പൊ ഞാൻ തൗബ ചെയ്യുന്നു എന്ന് പറയുന്നവന് തൗബയില്ല. അതിനു മുമ്പ് പശ്ചാത്തപിച്ചു മടങ്ങാൻ അവന് സാധിക്കണം. അതിനു മുമ്പ് അവൻ എത്ര വലിയ പാപിയാണെങ്കിലും അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. 100 ആളെ കൊന്നില്ലേ ഒരാൾ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? 99 ആളെ കൊന്നപ്പോഴാണ് അയാൾക്ക് പശ്ചാത്താപ ബോധം വന്നത്. എനിക്കെന്റെ റബ്ബ് പുറത്തു തരുമോ? ഒരു റാഹിബിനെ, ഒരു പുരോഹിതനെ കണ്ട് ചോദിച്ചു, എനിക്കെന്റെ റബ്ബ് പുറത്തു തരുമോ? ഞാൻ 99 ആളെ കൊന്നിട്ടുണ്ട്. അയാൾ പറഞ്ഞു പുറത്തു തരൂല. 99 ആളെ കൊന്നിട്ട് റബ്ബ് പുറത്തു തരേ. പിന്നെ ഇയാൾ തീരുമാനിച്ചു ഇനിയിപ്പോ അയാളായിട്ട് അവിടെ വെക്കണോ? അയാളെ കൊന്നു. 100 തികച്ചു. വീണ്ടും പശ്ചാത്താപ ബോധം അയാൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ വീണ്ടും അന്വേഷിച്ചു ഒരു പണ്ഡിതനോട്, 100 ആളെ ഞാൻ കൊന്നിട്ടുണ്ട്, എനിക്കെന്റെ റബ്ബ് പുറത്തു തരുമോ? അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും പുറത്തു തരും, തീർച്ചയായിട്ടും റബ്ബ് പുറത്തു തരും. ആ തെറ്റിൽ നിന്ന്, തിന്മയിൽ നിന്ന് മാറാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ പുറത്തു തരും. പക്ഷെ നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് പോകണം, ഈ നാട്ടിൽ നിന്ന് നിങ്ങൾ പോകണം. ആ തൗബ അന്വേഷിച്ചു പോയ മനുഷ്യൻ വഴിയിൽ വെച്ച് മരണപ്പെടുകയും ശിക്ഷയുടെ മലക്കുകളും റഹ്മത്തിന്റെ മലക്കുകളും തമ്മിൽ തർക്കമുണ്ടായ വിഷയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപിയായ മനുഷ്യനോടാണ് പറഞ്ഞത്, യബ്ന ആദം, അല്ലയോ മനുഷ്യ, ലൗ ബലഗത് ദുനൂബക അനാന സമാ, മേഘം മുട്ടെ നിന്റെ പാപമുണ്ടെങ്കിലും, മേഘം മുട്ടെ നിന്റെ പാപമുണ്ടെങ്കിലും, സുമ്മസ്തഗ്ഫർതനി ഗഫർതു ലക വലാ ഉബാലി, എന്നിലേക്ക് നീ വന്നാൽ നിനക്ക് ഞാൻ പുറത്തു തരും, എനിക്കതൊരു പ്രശ്നമല്ല, എനിക്കതൊരു പ്രശ്നമല്ല. മറ്റൊരു റിപ്പോർട്ടിൽ യബ്ന ആദം ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർദ്, ഭൂമി മുഴുക്കെ പാപഭാരവുമായി നീ വന്നാൽ, ബിഖുറാബിൽ അർളി ഖതായ തുമ്മ ലഖീതനി, എന്നെ നീ കണ്ടുമുട്ടുന്നത് എങ്ങനെയാ? ലാ തുശ്രിക് ബില്ലാഹി ലാ തുശ്രിക് ബി ഷൈആ, ശിർക്ക് ചെയ്യാതെയാണ് നീ എന്നെ കണ്ടുമുട്ടുന്നതെങ്കിൽ ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, അത്രമാത്രം മഗ്ഫിറത്തുമായി, പാപമോചനവുമായി ഞാൻ നിന്നിലേക്ക് വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയാം. ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? പശ്ചാത്താപ മനസ്സുണ്ടെങ്കിൽ, റബ്ബിലേക്ക് കൈകൾ ഉയരുകയാണെങ്കിൽ തീർച്ചയായും റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു തരും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയാണ്, വമൻ താബ മിൻ ദംബിഹി അയ്യ ദംബിൻ കാനത് തൗബതൻ സ്വഹീഹതൻ ലം യഖ്റുജ് ബിദാലിക അൻ സാബിഖീന വൽ മുഖ്തസിദ്. വിശുദ്ധ ഖുർആനിൽ 3 വിഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. തുമ്മ ഔറസ്നൽ കിതാബൽ ലദീന സ്തഫൈന മിൻ ഇബാദിന, അല്ലാഹു സുബ്ഹാനഹു തആല കിതാബ് നൽകപ്പെട്ട, അല്ലാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്ത ആളുകൾ, ആ തെരഞ്ഞെടുത്ത ആളുകൾ മനുഷ്യരെ കുറിച്ച് പറയാൻ. മനുഷ്യരുടെ കൂട്ടത്തിൽ 3 വിഭാഗം ആളുകളുണ്ട്. ഫമിൻഹും ളാലിമുൻ ലിനഫ്സി, സ്വന്തത്തോട് അക്രമം ചെയ്ത ആളുകൾ. വമിൻഹും മുഖ്തസിദ് വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, നന്മയിൽ ഏറ്റവും അധികം മുൻകടന്നു പോയ ആളുകൾ. അതുപോലെ തന്നെ മുഖ്തസിദുകൾ, ഇടത്തരക്കായ ആളുകൾ. ആ മുഖ്തസിദീങ്ങളുടെ കൂട്ടത്തിൽ, ആ സാബിഖുൻ ബിൽ ഖൈറാത്തിൽ ഈ പാപിയായ മനുഷ്യൻ എത്തിപ്പെടാൻ അവർക്ക് ഒരു തടസ്സവുമില്ല, തൗബ അവർ ചെയ്യുകയാണെങ്കിൽ എന്ന് ഇദ്ദേഹം പഠിപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വന്നുപോയ തെറ്റിൽ ആത്മാർത്ഥമായി റബ്ബിലേക്ക് കൈകൾ ഉയർത്തി കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയം മടങ്ങി ആ നിലക്ക് ഹൃദയത്തെ ശുദ്ധീകരിച്ച് ഒരു സംശുദ്ധമായ ജീവിതം റമളാനിന് ശേഷവും നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട്. ആത്മാർത്ഥമായി തൗബ ചെയ്യാനുള്ള കൽപ്പന വിശുദ്ധ ഖുർആനിൽ എമ്പാടും നമുക്ക് കാണാം. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ, നിഷ്കളങ്കമായ തൗബയാണ്.
അല്ലാഹുവിലേക്ക് നിങ്ങൾ ചെയ്യേണ്ടത്. എങ്കിൽ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും, നിങ്ങളുടെ തിന്മകൾ അവൻ നിങ്ങൾക്ക് പുറത്തു തരും. അല്ലാഹ് പറയാൻ അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. പരിശുദ്ധ ഖുർആനിലെ ആയത്താണ്. വയുദ്ഖിലകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗീയാരാമത്തിൽ അവൻ നിങ്ങളെ പ്രവേശിപ്പിക്കുമെന്ന് അല്ലാഹു വാഗ്ദാനം നൽകുകയാണ്. ആ നിലയ്ക്ക് നിഷ്കളങ്കമായ തൗബ നമ്മളിൽ നിന്നുണ്ടാകുമ്പോ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ കുറ്റങ്ങളിൽ നിന്നും തൗബ ചെയ്തു മടങ്ങൽ നിർബന്ധമാണ്. ആ തൗബ സ്വീകരിക്കപ്പെടണമെങ്കിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ നേരത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ പശ്ചാത്താപത്തിന് യാതൊരു നിലക്കുമുള്ള പ്രസക്തിയുമില്ല. അതുകൊണ്ട് തന്നെ ഒന്നാമതായി ചെയ്ത തെറ്റിൽ നിന്ന് പൂർണ്ണമായും മുക്തനാവുക. മാത്രവുമല്ല, മുക്തനാകുമ്പോ ആ മുക്തനാവുന്നത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം, അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം, അള്ളാനെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം തെറ്റിൽ നിന്ന് പിന്മാറുന്നത്. ഇമാം ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ ഇലാജുൽ ഹഖീഖി ലിദ്ദുനൂബ്, പാപങ്ങൾക്കുള്ള ശരിയായ രൂപത്തിലുള്ള ചികിത്സ എന്നത് യകൂനു ബിത്തൗബതി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങലാണ്. വതർകുൽ മആസി, ആ തെറ്റ് ഒഴിവാക്കലാണ്. വസ്ദിഖു ഫീ ദാലിക്, സത്യസന്ധമായി ആ നിലക്ക് ഒഴിവാക്കാനും തൗബ ചെയ്തു മടങ്ങാനും സാധിക്കണമെന്നതാണ്. രണ്ടാമത്തേത്, ചെയ്ത തെറ്റിനെ ഓർത്ത് ആത്മാർത്ഥമായി ഖേദിക്കാൻ നമുക്ക് കഴിയണം. ആ ഖേദമുണ്ടെങ്കിലാണ് അതിന് പ്രസക്തിയുള്ളൂ. അതല്ലാതെ ജനങ്ങളുടെ സ്തുതി സമ്പാദിക്കുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള ആക്ഷേപത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഖേദപ്രകടനമല്ല റബ്ബിന്റെ മുന്നിൽ ഖേദിക്കാൻ കഴിയുക എന്നതാണ്. ആ നിലക്കുള്ള ഖേദമില്ലെങ്കിൽ അത് തൗബയായിട്ട് പരിഗണിക്കപ്പെടുകയില്ല. ആ ഖേദം അല്ലാഹ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. മൂന്നാമത്തേത്, ആ തെറ്റുകളിലേക്ക് ഇനി ഒരിക്കലും മടങ്ങുകയില്ല എന്ന് ഉറച്ചു തീരുമാനിക്കുക. നാളെ അല്ലെങ്കിൽ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ തെറ്റിലേക്ക് മടങ്ങും എന്ന ആ ധാരണ വെച്ചു പുലർത്തുന്നവന് ഒരിക്കലും തന്നെ തൗബയില്ല. അതുകൊണ്ട് തൗബ ചെയ്യുന്നവൻ ഇനി ഒരിക്കലും തനിക്ക് സംഭവിച്ചു പോയ തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്ന ആ ദൃഢനിശ്ചയം അവനിൽ ഉണ്ടാകണം. ആ തീരുമാനവും അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചായിരിക്കണം, അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം. ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പശ്ചാത്താപിച്ച് നമ്മളിൽ നിന്നുണ്ടായിക്കഴിഞ്ഞാൽ ചെയ്തു പോയ ഏത് പാപവും പുറത്തു തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരിക്കാം. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, നബി ഇബാദി, എന്റെ അടിമകളെ വിവരമറിയിക്കണം, അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാൻ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, കരുണാനിധിയുമാണ്. വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എന്റെ ശിക്ഷ വേദനയേറിയ ശിക്ഷയുമാണ് എന്ന വിവരവും അവരെ അറിയിക്കണം. ഇന്നല്ലാഹ അസ്സ വജല്ല യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഅൻ നഹാർ, പകലിൽ തെറ്റ് ചെയ്ത ആളുകളുടെ തൗബ സ്വീകരിക്കാൻ രാത്രിയിലും, രാത്രി തെറ്റ് ചെയ്തവരുടെ തൗബ സ്വീകരിക്കാൻ പകലിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൈ നീട്ടിയിരിക്കുന്നു. ഹത്താ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് വരെ ഈ നിലക്ക്. അതുകൊണ്ട് അള്ളാന്റെ റസൂല് പോലും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്കറിയാം, അള്ളാഹുവിന്റെ പ്രവാചകൻ, ഒരു തെറ്റും ചെയ്യാത്ത മഅസൂമായ പ്രവാചകൻ, മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ പാപങ്ങൾ പൊറുക്കപ്പെട്ട പ്രവാചകൻ പോലും നമ്മളോട് പറഞ്ഞത്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങണേ. ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി 100 മറ, 100 തവണ ഞാൻ ഒരു ദിവസം റബ്ബിലേക്ക് മടങ്ങുന്നുണ്ട്. ഒരു തെറ്റു ചെയ്യാത്ത പ്രവാചകൻ 100 പ്രാവശ്യം ഒരു ദിവസം റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്രമാത്രം മടങ്ങണമെന്ന് നമ്മൾ ആലോചിക്കാം. കാരണം ഇത് മടങ്ങാതിരിക്കുമ്പോ, ഇസ്തിഗ്ഫാർ സംഭവിക്കാതിരിക്കുമ്പോ ഇബ്ലീസ് ജയിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന ഇബ്ലീസ ഖാല, ഇബ്ലീസ് പറഞ്ഞു അഹ്ലത്തുഹും ബിദ്ദുനൂബ്, ഞാൻ അവരെ പാപങ്ങൾ കൊണ്ട് നശിപ്പിച്ചു എന്ന്. ഫഅഹലകൂനി ബിൽ ഇസ്തിഗ്ഫാർ, പക്ഷേ ഇസ്തിഗ്ഫാർ കൊണ്ട് അവരെന്നെയും നശിപ്പിച്ചു. ഫലമ്മാ റഅയ്തു ദാലിക, അങ്ങനെ ഞാൻ കണ്ടപ്പോൾ എന്ത് ചെയ്തു? അഹലത്തുഹും ബിൽ അഹ്വാ, ഇച്ഛകൾ കൊണ്ട് ഞാൻ അവരെ നശിപ്പിച്ചു. അപ്പഫഹും യഹ്സബൂന അന്നഹും മുഹ്തദൂൻ, ഇച്ഛകൾ ഇട്ട് കൊടുത്തപ്പോൾ അവർ വിചാരിച്ചു അവർ സന്മാർഗത്തിലാണ്, അവരാണ് നേരായ മാർഗത്തിൽ എന്ന്. ഫലാ യസ്തഗ്ഫിറൂൻ, അപ്പോൾ അവർ ഇസ്തിഗ്ഫാർ ചെയ്യാത്തവരായി മാറി എന്ന് ഇബ്ലീസ് പറഞ്ഞതായി കാണാൻ കഴിയും. അതുകൊണ്ട് ഒരു അടിമയെ അള്ളാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ്
ഇസ്തിഗ്ഫാർ അവനിൽ ഉണ്ടാവുക. ഇദാ അഹബ്ബല്ലാഹു അബ്ദ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയാണ്, ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ, ഒരു അടിമയെ അല്ലാഹ് ഇഷ്ടപ്പെട്ടാൽ അൽഹമഹു തൗബത വൽ ഇസ്തിഗ്ഫാർ, തൗബയും ഇസ്തിഗ്ഫാറും ചെയ്യാനുള്ള മനസ്സ് അവനുണ്ടാകും. ഫലം യുസിർ അല ദുനൂബ്, അവൻ ഒരിക്കലും തന്നെ പാപത്തിൽ ഉറച്ചു നിൽക്കുകയില്ല എന്നതാണ്. വിശുദ്ധ ഖുർആനിലെ ധാരാളം ആയത്തുകളിൽ ഈ വിഷയം നമുക്ക് കാണാൻ കഴിയും. ഇസ്തിഗ്ഫാറിലൂടെ നമ്മുടെ പാപങ്ങൾ മാത്രമല്ല പൊറുക്കപ്പെടുക. പ്രമുഖ താബിഈ പണ്ഡിതനായ ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ ഒരാൾ വന്ന് ഒരു പരാതി പറഞ്ഞു. അദ്ദേഹത്തിന്റെ പരാതി, ഇന്ന സമാഅ ലം തുംതിർ, ആകാശത്തിലെ മഴ ലഭിക്കുന്നില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, ഇസ്തിഗ്ഫാറില്ല, നീ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചോദിക്കുക. മറ്റൊരാൾ വന്നു, അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, അഷ്കുൽ ഫഖറ അജ്ദബത്തിൽ അർള ഫലം തുംബിത്, സസ്യങ്ങളൊന്നും മുളക്കുന്നില്ല, ഭയങ്കര വരൾച്ചയാണ്, ഭയങ്കര ദാരിദ്ര്യമാണ്, പ്രയാസങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തോടും പറഞ്ഞു, ഇസ്തിഗ്ഫാറില്ല, അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചോദിച്ചോ. മൂന്നാമതായി ഒരു സ്ത്രീ വന്ന് പറഞ്ഞു, എനിക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ല. അവരോടും പറഞ്ഞു, ഇസ്തിഗ്ഫാറില്ല, അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചോദിച്ചോ. അവിടെ കൂടി ആളുകൾ അത്ഭുതപ്പെട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾ വ്യത്യസ്ത ആവശ്യങ്ങളുമായി വന്ന ആളുകളോടൊക്കെ ഒരേ മറുപടിയാണല്ലോ നിങ്ങൾ പറഞ്ഞത്, അതെന്താ? വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതിക്കൊടുത്തു, സൂറത്തുൻ നൂഹിലെ, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, തുടർച്ച സമർത്ഥമായ മഴ അവൻ നിങ്ങൾക്ക് തരും. വയുംജിദുകും ബിഅംവാലിൻ വബനീൻ, മക്കളും സമ്പത്തും അവൻ നിങ്ങൾക്ക് നൽകും. വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ, തോട്ടങ്ങളും അരുവികളും അവൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഇതൊക്കെ ഇസ്തിഗ്ഫാറിന്റെ ഫലമാണ്. പരലോകത്ത് പാപം പൊറുക്കുന്നതിന് പുറമെ ദുനിയവിയായ ഇത്തരം ക്ഷേമങ്ങളും അതുകൊണ്ടുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ പഠിപ്പിക്കപ്പെടാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാം, സ്വാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാം, ഇവരൊക്കെ നടത്തിയ ഇസ്തിഗ്ഫാറുള്ള ഇവരുടെ ആഹ്വാനം, ഇതൊക്കെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഇസ്തിഗ്ഫാർ നമ്മൾ മനസ്സിലാക്കി. മാത്രവുമല്ല, നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് നമ്മുടെ മക്കളെ ഇസ്തിഗ്ഫാർ നടത്താൻ നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കാര്യത്തിൽ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, റബ്ബന ഗ്ഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്, റബ്ബേ എനിക്ക് പുറത്തു തരണേ, എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ, എല്ലാ വിശ്വാസികൾക്കും പുറത്തു കൊടുക്കണേ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, എനിക്ക് പുറത്തു തരണേ, എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ, വിശ്വാസികളായിക്കൊണ്ട് എന്റെ വീട്ടിൽ പ്രവേശിച്ചവർക്കും നീ പുറത്തു കൊടുക്കണേ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും നമ്മൾ പാപമോചനം തേടുക. നമ്മുടെ മക്കളെ നമുക്ക് വേണ്ടി പാപമോചനം തേടാൻ പഠിപ്പിക്കുക. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അടിമ അവൻ സ്വർഗ്ഗത്തിലെത്തിക്കഴിഞ്ഞാൽ ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല ലയർഫഉ ദറജത ലിൽ അബ്ദി ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അത്യുന്നതമായ പദവിയിലേക്ക് മനുഷ്യനെത്തിയപ്പോ അവൻ തന്നെ ചോദിക്കണം, യാ റബ്ബി അന്നാ ലി ഹാദിഹി, പടച്ചോനെ ഇതെങ്ങനെ എനിക്ക് കിട്ടി, ഞാൻ ഇത്ര മാത്രം ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഫയഖൂലുല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു തആല അവനോട് പറയും, ബിസ്തിഗ്ഫാരി വലദിക ലക്, നിന്റെ മക്കൾ നിനക്ക് വേണ്ടി നടത്തിയ ഇസ്തിഗ്ഫാർ കൊണ്ടാണ് അത്. അപ്പൊ ആ നിലക്ക് ഇസ്തിഗ്ഫാർ നമ്മൾ നിർവഹിക്കണം. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ നിർവഹിക്കണം. മക്കളെ കൊണ്ട് നമുക്ക് വേണ്ടി അത് നിർവഹിക്കാൻ നമ്മൾ പഠിപ്പിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഏർപ്പെടുന്ന ധാരാളം കർമ്മങ്ങളിലൂടെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. നമ്മുടെ വുളൂഇലൂടെ, നമസ്കാരത്തിലൂടെ, ഫർള് നമസ്കാരത്തിന് വീട്ടിൽ നിന്ന് എടുത്തു വെക്കുന്ന കാലടികളിലൂടെ, നമസ്കാരം പ്രതീക്ഷിക്കുന്നതിലൂടെ, അതുപോലെ തന്നെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾ, രോഗം പോലെയുള്ള പരീക്ഷണങ്ങൾ, ആ മനക്ലേശം, മനപ്രയാസം, ഇതിലൂടെ എല്ലാം നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പാപവുമില്ലാതെ
അവൻ നാളെ റബ്ബിനെ കണ്ടുമുട്ടുന്ന അവസ്ഥ അവനുണ്ടാകും. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, അങ്ങനെ കറകളഞ്ഞ ഹൃദയവുമായിട്ട് നാളെ റബ്ബിനെ കണ്ടുമുട്ടാൻ സഹോദരങ്ങളെ സഹോദരിമാരെ നമുക്ക് സാധിക്കണം. പരിശുദ്ധ റമളാൻ അതിനു വേണ്ടി നമ്മൾ ധന്യമാക്കുക. റഹ്മാനായ റബ്ബ് നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങൾ പുറത്തു തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിശാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരികളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാനിന്റെ സത്തയും റമളാനിന്റെ കാതലുമായ അവസാനത്തെ പത്തിലാണ് നമ്മളുള്ളത്. 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദർ പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് അല്ലാഹു അവതരിപ്പിച്ചിരിക്കുക. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറിലാണ് പരിശുദ്ധ ഖുർആനിന്റെ അവതരണം. എന്നിട്ട് ഖുർആനിന്റെ ഒരു ശൈലിയാണ് വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, എന്താണെന്ന് നിനക്കറിയാം. എന്നിട്ട് പറഞ്ഞു തരാം, ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ഉത്തമമാണത്. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകുന്ന, മലക്കുകൾ ഇറങ്ങി വരുന്ന ആ ഒരു രാവ്, അത് പ്രതീക്ഷിക്കാൻ നമ്മളോട് പ്രത്യേകം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ആയി കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരാം. ഇദാ ദഖലൽ അശ്ർ ശദ്ദ മിഅ്സറഹു വഅഹ്യാ ലൈലഹു വഅയ്ഖള അഹ്ലഹു. അദ്ദേഹം ഉടുമുണ്ടൊന്ന് മുറുക്കിയെടുക്കും എന്ന് പറഞ്ഞാൽ ഇബാദത്തിന് വേണ്ടി കഠിന പ്രയത്നം നടത്തും, രാത്രിയെ ജീവിപ്പിക്കും, ജീവസുറ്റതാക്കും. വഅയ്ഖള അഹ്ലഹു, തന്റെ കുടുംബത്തെ അദ്ദേഹം വിളിച്ചുണർത്തും. എത്രത്തോളം കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്രിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. മറ്റൊരു സമയത്തുമില്ലാത്ത നിലക്കുള്ള പരിശ്രമമാണ് ആ സമയത്ത് നടത്തുക. അത് പാഴാക്കുക. അവസാനത്തെ 10ലേക്ക് ഇങ്ങോട്ട് വരുമ്പോ പള്ളികളൊക്കെ കാലിയായി, അങ്ങാടികളൊക്കെ സജീവമായി, അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത രൂപത്തിലാകെ ബ്ലോക്കും. ആ നിലക്ക് ഇങ്ങോട്ട് പള്ളികളിൽ നിന്ന് പെരുന്നാളിന്റെ ഒരു സുന്നത്തിന്റെ പേരിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ലൈലത്തുൽ ഖദർ ഒഴിവാക്കി, അല്ലെങ്കിൽ ഈ പുണ്യത്തെ ഒഴിവാക്കിക്കൊണ്ട് ജനം റോട്ടിലേക്ക് ഇറങ്ങുന്നത്. അവരെ വിളിച്ചിട്ടാണ് ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, യാ മൻ ലാഅ ഉംറുഹു ഫീ ലാ ഷൈ, ഒന്നും ചെയ്യാതെ ആയുസ് തുലച്ച മനുഷ്യ, ജീവിതത്തിൽ നന്മകൾ അനുഷ്ഠിക്കാതെ ആയുസ് തുലച്ച മനുഷ്യ, ഇസ്തദ്രിക് മാ ഫാതക ഫീ ലൈലത്തുൽ ഖദർ ഫഇന്നഹാ തുഹ്സബു ബിൽ ഉംർ. നിനക്ക് നിന്റെ ജീവിതകാലത്ത് നീ ഇത്ര കാലം നന്മ ചെയ്തിട്ടില്ലെങ്കിൽ, തുലച്ച ജീവിതമായിരുന്നു ഇത്രയും കാലമെങ്കിൽ, നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ ലൈലത്തുൽ ഖദറിൽ വീണ്ടെടുത്തുകൊള്ളുക. അതൊരു ആയുസ്സിന് സമാനമാണ്, ഒരു ആയുഷ് കാലത്തിന് സമാനമാണ് എന്ന് വ്യത്യസ്ത സന്ദർഭങ്ങളിലായി പരിശുദ്ധ ഖുർആൻ 23 വർഷങ്ങളിലായിട്ട് അവതരിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. അത് മൊത്തം അതിനു മുമ്പേ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പക്കൽ ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. 23 വർഷം കൊണ്ട് അവതരിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ ലൗഹുൽ മഹ്ഫൂദിലുണ്ട്. ആ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അൻസലല്ലാഹുൽ ഖുർആന ജുംലതൻ വാഹിദതൻ മിനൽ ലൗഹിൽ മഹ്ഫൂദ് ഇലാ ബൈത്തിൽ ഇസ്സ മിനസ് സമാഇ ദുനിയ. ഒന്നാമത്തെ ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിലേക്ക് ലൈലത്തുൽ ഖദറിന്റെ അന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല മൊത്തത്തിൽ അവതരിപ്പിക്കാനുണ്ടായത്. ആ ബൈത്തുൽ ഇസ്സയിൽ നിന്നാണ് പിന്നീട് സന്ദർഭാനുസരണം 23 വർഷം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. അതുകൊണ്ട് ആ അവതരണമുണ്ടായ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക് അവതരണമുണ്ടായ ആ രാത്രി ഇൽതമിസുഹാ ഫിൽ അശ്രിൽ അവാഖിർ, അവസാനത്തെ 10 നിങ്ങൾ അത് അന്വേഷിച്ചു കൊള്ളുക. 9ലും 7ലും 5ലും ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ പ്രത്യേകം അന്വേഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, പ്രവാചകരെ, ആ രാവിൽ ഞാൻ എന്താ പറയേണ്ടത്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് പറയുക. അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്, നീ മാപ്പ് നൽകാൻ ഇഷ്ടപ്പെടുന്നു, നീ എനിക്ക് മാപ്പ് നൽകണേ. നോക്കൂ, നിങ്ങൾ ആ മാപ്പ് വാങ്ങി
പാപരഹിതനായി റമളാനിനെ വരവേൽക്കാൻ നമുക്ക് സാധിക്കണം. ഇബാദത്തുകൾ കൊണ്ട് നമ്മൾ ധന്യമാക്കാൻ സാധിക്കുന്ന ആളുകളൊക്കെ ഇഅ്തികാഫിൽ പങ്കെടുക്കുക, ഇഅ്തികാഫിരിക്കുക, കൂടുതൽ പരിശുദ്ധ ഖുർആനുമായി അടുക്കുക. എന്തൊക്കെ സൽക്കർമ്മങ്ങളുണ്ടോ അതൊക്കെ ചെയ്യാൻ നമ്മൾ മുന്നിട്ട് വരിക. അതുപോലെ തന്നെ റമളാൻ അവസാനിക്കുമ്പോൾ സക്കാത്തുൽ ഫിത്ർ നമ്മൾ നൽകേണ്ടതുണ്ട്. നാം നിർവഹിക്കുന്ന ഇബാദത്ത്, പ്രത്യേകിച്ച് നോമ്പ്, അതിലെ തുഹ്റത്തുൽ ലിസ്വാഇമി മിനൽ ലഗ്വി വറഫസ്, വല്ല വീഴ്ചകൾ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാധുക്കൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് അത് നൽകുന്നതിലൂടെ നമ്മുടെ പോരായ്മകളെ നികത്താൻ നമുക്ക് സാധിക്കും. ആ നിലയ്ക്ക് ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ റമളാനിനെ വരവേൽക്കാൻ നമുക്ക് കഴിയണം. വരും ദിവസങ്ങളെ ധന്യമാക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് പരിശുദ്ധ റമളാൻ കൊണ്ട് സമ്പന്നമാകുന്ന, ധന്യമാകുന്ന ആളുകളാക്കി മാറുന്നവരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള വീഴ്ചകൾ കണ്ട് പുറത്തു തന്ന് മാപ്പാക്കി പെരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട്, കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ, ഇവരുടെ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويقضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم انصر إخواننا المسلمين في كل مكان. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أدخلنا الجنة يا رب العالمين. اللهم أدخلنا الجنة يا رب العالمين. اللهم أدخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا صلاتنا وصيامنا وقيامنا ودعاءنا يا رب العالمين. وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.